എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും എല്ലാ നല്ല ട്രേഡേഴ്സിനും എല്ലാ നല്ല ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 50 രൂപ, വെറും 50 രൂപയിൽ താഴെ വിലയുള്ള 3 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഇതിലും പറയുന്നു. കാരണം ഇത് ചില ലെവൽസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചില സ്റ്റോക്കുകൾ നല്ല രീതിയിൽ ഉയരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ചില ലെവൽസ് കഴിഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സബ്സ്ക്രൈബ് നൽകുക. അതുകൂടാതെ നിങ്ങളുടെ തൊട്ടടുത്ത കൂട്ടുകാരന് ഇത് ഫോർവേഡും കൂടി ചെയ്യുക. വർഷങ്ങൾക്ക് മുമ്പ് അഭിനയമോഹവുമായി ഒരു യുവാവ് ഒരു ഓഡിഷനിൽ പങ്കെടുക്കാനായിട്ട് പോയി. അപ്പോൾ അവിടെ 4 സംവിധായകരാണ് മാർക്കിടാനിട്ടിരുന്നത്. അപ്പോൾ ഈ യുവാവിൻ്റെ അഭിനയം കണ്ടിട്ട് 2 സംവിധായകർ 100-ൽ 10-ൽ താഴെ മാർക്ക് മാത്രം ഈ യുവാവിന് നൽകുകയും മറ്റു 2 പേര് ഏകദേശം ഒരു 90 മാർക്കോളം നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ആ യുവാവിന് ആദ്യമായി സിനിമയിൽ അഭിനയിക്കാനായിട്ട് ചാൻസ് കിട്ടിയത്. പിന്നീട് ആ യുവാവ് വളർന്നു വലുതായി വളരെയധികം സിനിമയിൽ അഭിനയിച്ചു. മലയാളത്തിലും ഇപ്പോൾ തെലുങ്ക്, തമിഴ് അങ്ങനെയുള്ള ആ യുവാവാണ് നമ്മുടെ ഇന്ദുചൂടനായും നമ്മളെ ഭ്രമിപ്പിച്ച, മംഗലശ്ശേരി നീലകണ്ഠനായി നമ്മളെ കോരിത്തെരിപ്പിച്ച, പോലീസ് ആവാൻ പോയിട്ട് ഗുണ്ടയായി നമ്മളെ കരയിപ്പിച്ച സേതുമാധവനായിട്ട് മാറിയത്. ആളെ എല്ലാവർക്കും പിടികിട്ടി എന്ന് കരുതുന്നു. അതെ, നമ്മുടെ പ്രിയങ്കരനായ മോഹൻലാൽ തന്നെയായിരുന്നത്. പിന്നീടാണ് അദ്ദേഹത്തിന് 4 ദേശീയ അവാർഡുകളും 7 സംസ്ഥാന അവാർഡുകളും ലഭിച്ചത്. ഇതിൽ വിരോധാഭാസം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന് 2 ദേശീയ അവാർഡുകൾ കിട്ടിയത് പണ്ട് ഓഡീഷന് പോയപ്പോൾ അദ്ദേഹത്തിന് 10-ൽ താഴെ മാർക്ക് നൽകിയ ആ സംവിധായകന്റെ സിനിമയിലാണ്. സംവിധായകനെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു, CP മലയിൽ. അപ്പോൾ ഇത്രയുമേ പറയാനുള്ളൂ. മറ്റുള്ളവരെ അല്ല നമുക്ക് മാർക്ക് ഇടേണ്ടത്, നമ്മൾ തന്നെയാണ് നമ്മൾക്ക് മാർക്ക് ഇടേണ്ടത്. അതാണ് ഈ മോഹൻലാലിൽ നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ ഷെയറാണ് SCPC ലിമിറ്റഡ്. ഏകദേശം 30 രൂപ 14 പൈസയാണ് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് റേറ്റ് അതിന് നടക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് SCPC ലിമിറ്റഡിൻ്റെ ഒരു ചാർട്ട് ആണ് നമുക്ക് കാണാം. നമുക്ക് ഇതിൽ കൃത്യമായ നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു വലിയൊരു കൺസോളിഡേഷൻ ഫേസ് ആയിരുന്നു ഇവിടെ കണ്ട. ഏകദേശം ഒരു 8 മാസത്തോളം ആയിട്ട് അങ്ങനെ തന്നെയായിരുന്നു. അതിന് ശേഷം അതൊരു നല്ല രീതിയിൽ കയറിപ്പോയി, വിത്ത് വൂളിയത്തോടുകൂടി കയറിപ്പോയി. അതിനുശേഷം ചെറിയൊരു കൺസോളിഡേഷനും കൂടി ഇവിടെ രൂപാന്തരപ്പെട്ടതിന് ശേഷം വലിയ ക്യാൻഡിലാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ വന്നിട്ടുള്ളത്. എന്നിട്ട് ക്ലോസിങ് നിൽക്കുന്നതാണ് 30.14 ക്ലോസ്. നല്ല വോളിയം ഉണ്ട്, ഇവിടെ നോക്കിയാൽ നമുക്ക് നല്ല വോളിയം ഉണ്ട്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് നമുക്ക് ഒരു ഇൻട്രാഡേ ചാർട്ട് പാറ്റേണിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ഇനി ഇതിൽ നമ്മൾ ഒരു കറണ്ട് പൊസിഷനിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലെവലിലാണ് നമുക്ക് SL ക്രിയേറ്റ് ചെയ്യേണ്ടത്. കണ്ട, ഈ ലെവലിൽ ഇതിൽ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അതാണ് നമ്മളെ നല്ലൊരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുക. കാരണം ഇവിടെ ഒരു ചെറിയ കൺസോളിഡേഷൻ വന്നതിൻ്റെ അതിൻ്റെ ബേസ്. അപ്പോൾ അതിൽ താഴെ ഇടെങ്കിൽ നമുക്കിത് വെച്ചുകൊണ്ടിരുന്നിട്ട് അല്ല, അതുവരെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇടാം. ഈ ഏരിയ അത് ഏകദേശം നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 24.40 അത് ആ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രാഡേ ബേസിൽ അതിൽ താഴെ വരുന്നുണ്ടെങ്കിൽ നമുക്കിത് വിറ്റുമാറണം. ഇത് നമുക്ക് എത്ര ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും വിറ്റുമാറണം. കാരണം അതാണ് അതിൻ്റെ ഒരു ബേസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രാഡേ ചാർട്ട് വയ്ക്കുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഒരു വീക്കിലി ചാർട്ട് വ്യൂവിൽ പോയി നോക്കാം എന്താണ് വീക്കിലി പറയുന്നത് എന്നുള്ളത്.
വീക്കിലി നമുക്ക് നോക്കിയാൽ കുറച്ചും കൂടി വൈഡ് റേഞ്ച് ആയിട്ട് കിട്ടും. കാരണം നമ്മൾ നേരത്തെ കണ്ട ആ ഏരിയ തന്നെ കണ്ട ഇവിടെ കൃത്യമായ റേഞ്ചാണ് ഉള്ളത്. ആ റേഞ്ചാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. വീക്കിലി നോക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയിലുള്ള ചാർട്ട് വ്യൂ കാണാനായിട്ട് കണ്ട ഈ റേഞ്ചിൽ, അതായത് ഒരു 26-16 ഉള്ളിലായിരുന്നു ട്രേഡ് ചെയ്തിരുന്നത്. ഇവിടുത്തെ ഹൈ 26, ഇവിടുത്തെ ലോ എന്ന് പറയുന്നത് 16. അപ്പോൾ അത് ആ രണ്ട് റേഞ്ചാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. വിത്ത് വോളിയം ഉണ്ട്, നല്ല വോളിയം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആ റേഞ്ച് സ്റ്റോപ്പ് ലോസ് പരിപാലിച്ചുകൊണ്ട് നമുക്കിതൊരു ബൈ എൻട്രി പ്രായോഗികമാണ്. അപ്പോൾ ഇത്രയുമാണ് SCPC ലിമിറ്റഡ് എന്ന് പറയുന്ന ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്കിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. നമുക്ക് അടുത്ത സ്റ്റോക്ക് SBC എക്സ്പോർട്ട് ലിമിറ്റഡ് ഉണ്ട്. SBC എക്സ്പോർട്ട് ലിമിറ്റഡ് ആണ്. നമുക്ക് അടുത്ത സ്റ്റോക്ക് SBC എക്സ്പോർട്ട് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതാണ് SBC എക്സ്പോർട്ട് ലിമിറ്റഡിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ട്. നമുക്കൊരു ഒറ്റ നോട്ടത്തിൽ കാണാനായിട്ട് സാധിക്കും. ലാസ്റ്റ് ട്രേഡ് ഉണ്ടെങ്കിൽ നല്ല വോളിയം ഉണ്ട്. ഇവിടെ നല്ല വോളിയം ഉണ്ട്. നല്ലൊരു വലിയ ക്യാൻഡിലാണ് വന്നിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ. 35 രൂപ 86 പൈസയാണ് ഇപ്പോൾ കറണ്ട് ട്രേഡിന് നടക്കുന്നത്. 35 രൂപ 86 പൈസ. കൃത്യമായ റെസിസ്റ്റൻസ് ഏരിയ ആണ് ബ്രേക്ക് ചെയ്തത്. കണ്ട 1, 2, 3 എത്രയോ തവണ ആ ടച്ച് ചെയ്തത്. ഇവിടെ ടച്ച് ചെയ്തു, കയറാൻ പറ്റില്ല. ഇവിടെ ടച്ച്, ഇവിടെ മോർ ടൈമിൽ ഇതിവിടെ ടച്ച് ചെയ്തു. ഇവിടെ ഒക്കെ അങ്ങനെ ടച്ച് ചെയ്തതിന് ശേഷം അത് അപ്പ് സൈഡിലേക്ക് ചാടി നിൽക്കുകയാണിത്. അപ്പോൾ ഇനി ഇൻട്രാഡേ ബേസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഈ ഏരിയയുടെ ഏകദേശം 30 രൂപയിൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. 30 രൂപ. കാരണം ആ ബേസിൻ്റെ താഴെയാണ് അത് നിൽക്കുന്നത്. 30 അല്ലെങ്കിൽ 29.50. ഈ 30 അല്ലെങ്കിൽ 29.50 താഴെ ക്ലോസിങ് നടക്കുകയാണെങ്കിൽ അപ്പോൾ പിന്നെ നമ്മൾ റിസ്ക് ഫാക്ടർ അവിടെ വെച്ച് തുടങ്ങും. കാരണം അതൊരു നല്ല സപ്പോർട്ട് ഏരിയ ആയതുകൊണ്ട് അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടേണ്ട ഏരിയ. ഈ 30 എന്ന് പറയുന്നത് കണ്ട ഈ ഏരിയ ഇവിടെ. അപ്പോൾ അത് സ്റ്റോപ്പ് ലോസ് അവിടെ സ്റ്റോപ്പ് ലോസ് പരിപാലിച്ചുകൊണ്ട് വേണം നമുക്ക് ഇതിലൊരു എൻട്രി എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും റിസ്ക് നമുക്ക് ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം ഇതിലും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇൻട്രാഡേ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടിയതുകൊണ്ട് നമുക്കൊരു വീക്കിലി ചാർട്ടിലേക്കും പോവാം. എന്താണ് വീക്കിലി വ്യൂ പറയുന്നത് എന്നുള്ളത് നമുക്കറിയണം. ഓരോ ചാർട്ട് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്താൽ മാത്രമേ ഒരു സ്റ്റോക്കിൻ്റെ നല്ല വ്യൂ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് വീക്കിലെടുത്ത് നോക്കാം. കണ്ടോ, വീക്കിലെടുത്ത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായ നല്ലൊരു വലിയ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് അവിടെ ആ റെസിസ്റ്റൻസ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കിയാൽ കൃത്യം മനസ്സിലാകും. വീക്കിലെടുക്കുമ്പോൾ ഒരു ഭംഗി കൂടുതലായിട്ട് കണ്ട ആ റെസിസ്റ്റൻസ്, സോൺ ഓഫ് റെസിസ്റ്റൻസ് ആയിരുന്നു അത്. ഏകദേശം 32-34 റേഞ്ച്. അതാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. അത്യാവശ്യം വോളിയം ഉണ്ട്. കാരണം ഇവിടുത്തെ ആ ഏരിയയിൽ ആ റെസിസ്റ്റൻസിൽ നല്ല വോളിയം ഉണ്ട്. അതുകൂടാതെ വോളിയം ശുഷ്കിച്ച വോളിയം ആയിരുന്നു. കണ്ട വോളിയം തീരെ ഉണ്ടായില്ല. അതുകൂടാതെ ഈ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയ്സിൽ കണ്ട ഇവിടെ വന്നപ്പോഴാണ് ഇതിൽ വീണ്ടും വോളിയം ഉണ്ടായത്. അതൊരു നല്ലൊരു സൂചനയാണ്, ഒരു നല്ല ശുഭസൂചന എന്ന് പറയുന്നില്ലേ അത്. അപ്പോൾ ഈ 32-34 അത് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തേൽക്കും. നമുക്ക് കൃത്യമായ നേരത്തെ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് പരിപാലിച്ചുകൊണ്ട് നമുക്കൊരു ബൈ എൻട്രിയിൽ പോസിബിൾ ആണ്. 35.86 ഇപ്പോൾ കറണ്ട് ക്ലോസിംഗ് റേറ്റ് നടക്കുന്നത്. SBC എക്സ്പോർട്ട് ലിമിറ്റഡ്. അപ്പോൾ ഇത്രയുമാണ് രണ്ടാമത്തെ സ്റ്റോക്ക്. ഇനി അടുത്തത് മൂന്നാമത്തെ സ്റ്റോക്ക്. നമുക്ക് മൂന്നാമത്തെ സ്റ്റോക്ക് നോക്കാം ഏതാണ് സ്റ്റോക്ക് എന്നുള്ളത്. നമ്മുടെ മൂന്നാമത്തെ സ്റ്റോക്ക് നെക്ടർ ലൈഫ് സയൻസ് ലിമിറ്റഡ്. കണ്ട NECLIF. അപ്പോൾ അതും നമുക്കറിയാം നല്ല രീതിയിൽ കയറിപ്പോയത് സ്റ്റോക്ക്. കണ്ട ഒരു നല്ല രീതിയിൽ ഒരു ചെറിയൊരു കൺസോളിഡേഷൻ വന്നു ഇവിടെ. അതിനുശേഷം നല്ല രീതിയിൽ കയറി പോയിട്ട് ചെറിയൊരു പുൾ ബാക്ക്. കണ്ട ചെറിയൊരു പുൾ ബാക്കിന് ശേഷം നല്ല രീതിയിൽ കയറി നിൽക്കുകയാണ്. നല്ല രീതിയിൽ കയറി നിൽക്കുകയാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക്. നമുക്ക് ഇവിടെ ചാർട്ടിൽ നോക്കിയാൽ അറിയാം നല്ല വോളിയവും ഉണ്ട് ഇതിൽ. പക്ഷേ നമ്മൾ മുന്നേ നല്ല നോക്കിയ സ്റ്റോക്കിനെ അപേക്ഷിച്ച് ഇതിൽ റിസ്ക് ഫാക്ടർ കൂടുതലാണ്. കാരണം 2 ദിവസം കൊണ്ട് നല്ല രീതിയിലാണ് കയറി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ 2 സ്റ്റോക്കിനെ അപേക്ഷിച്ച് ഇതിൽ റിസ്ക് കൂടുതലാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു പുൾ ബാക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഈ സ്റ്റോക്ക്.
അപ്പോൾ നെക്ടർ ലൈഫ് സയൻസിൻ്റെ ഒരു വീക്കിലി ചാർട്ട് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം കേട്ടോ, 3 ക്യാൻഡിലാണ് ഇവിടെ നിന്ന് നോൺ സ്റ്റോപ്പായിട്ട് കയറി നിൽക്കുന്നത്. പക്ഷെ ഇവിടെ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് നിൽക്കുക ഉണ്ട്. ഇവിടെ വേണ്ട, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇത്രയും കയറിയത് കൊണ്ട് ഏകദേശം കണ്ട 30 നിന്നാണ് ഇത്രയും കയറി നിൽക്കുന്നത്. നോൺ സ്റ്റോപ്പായിട്ട് 3 വലിയ ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ റിസ്ക് ഫാക്ടർ കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ ഒരു ചെറിയൊരു അടുത്തപ്പോൾ ഒരു ബൈ എൻട്രി വരാനായിട്ട് വെയിറ്റ് ചെയ്യും. കാരണം ഒരു ചെറിയൊരു കൺസോളിഡേഷൻ ഫോം ചെയ്തതിന് ശേഷം മുകളിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ചെറിയൊരു പുൾ ബാക്ക് വന്നിട്ട് വീണ്ടും ഒരു ബൈ എൻട്രിക്ക് വേണ്ടിയിട്ടോ നമ്മൾ വെയിറ്റ് ചെയ്യും. പക്ഷേ ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇടുക. ഇപ്പോൾ ഓടിച്ചെന്നതിൽ ഒരു ബൈ എൻട്രി എടുക്കേണ്ടതായിട്ടില്ല ഈ സ്റ്റോക്കിൽ നെക്ടർ ലൈഫ്സിന്, പക്ഷേ വാച്ച് ലിസ്റ്റിൽ ഇടുക. അപ്പോൾ ഇതാണ് നമ്മൾ വരും ദിവസങ്ങളിൽ വാച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ മുകളിലേക്ക് പോകാൻ ചാൻസ് ഉള്ള 50 രൂപയിൽ താഴെ വിലയുള്ള 3 സ്റ്റോക്കുകൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരന് ഫോർവേഡ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്കുകളും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡായി ടോപ്പിക്കായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ചുരുക്കുന്നു.